എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഡ്രസ് ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഓൺലൈനിൽ ഒരുപാട് പേര് ഡ്രസ് ബിസിനസ് തുടങ്ങുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഡ്രസ് ബിസിനസ്സിലോട്ട് എല്ലാവരും തിരിയാനുള്ള ഒരു കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഡ്രസ് ബിസിനസ്. അതുപോലെ തന്നെ എല്ലാ കാലവും ഡിമാൻഡ് ഉണ്ടാകുന്ന ബിസിനസ് കൂടിയാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരാണല്ലേ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഇപ്പോൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഒക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ നടന്നിട്ട് പോകുമ്പോൾ ഒരു ഷോപ്പ് കണ്ടാൽ ഒരു നല്ല ഡ്രസ്സ് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കും അല്ലേ. അതിന് നമ്മൾ ഒക്കേഷനൊന്നും നോക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡ്രസ് ബിസിനസ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. എല്ലാ കാലവും ഡിമാൻഡുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഡ്രസ് ബിസിനസ്. പക്ഷേ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പോയിന്റിലോട്ട് എത്തണം. ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഇനീഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഡ്രസ് ബിസിനസ് ചെയ്തിട്ട് നിർത്തേണ്ടി വന്ന ഒരാളാണ്. ഇപ്പോഴാണെങ്കിൽ ഡ്രസ്സും അതുപോലെ ജ്വല്ലറിയൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും, ഫെയിലായതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്, ഇപ്പം നല്ല രീതിയിൽ സക്സസ് ആയതിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ ഡ്രസ് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റിന് ഡ്രസ്സ് എടുക്കണം എന്നത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എടുക്കാം. മിക്ക ഹോൾസെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മിനിമം പർച്ചേസ് ഉണ്ടാവും, 10,000 20,000 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കി പോയിട്ട് എടുക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരു സെറ്റൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ഡ്രസ്സിൻ്റെ 4 പീസായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ടിന് വാങ്ങിക്കുക, അല്ലാണ്ട് ഒരുപാട് വലിയ എമൗണ്ടിന് വാങ്ങിക്കാതിരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ കുർത്തീസ് കോട്ടൺ ആയിരിക്കും ഇഷ്ടം എന്ന് കരുതിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാം കോട്ടൺ കുർത്തീസ് എടുക്കരുത്. നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലേ. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ്. എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ്. കാരണം ഞാൻ സെലക്ട് ചെയ്തത് മൊത്തവും എനിക്കിഷ്ടമുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് കുറച്ച് 1-2 അങ്ങനെ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം 1-2 ആഴ്ച കൊണ്ട് തന്നെ ഓർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ അടുത്ത പർച്ചേസ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനീഷ്യലി വലിയ എമൗണ്ട് ഇടരുത്, അതുപോലെ തന്നെ സെയിം നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്തിട്ട് വരരുത്. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് ബിസിനസ്സിൽ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അതായത് ഞാൻ ഓൺലൈനിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ റിപ്ലൈ കൊടുക്കൽ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധമായിപ്പോയി. ഇപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോപ്പ് മാത്രമായിരുന്നു ഒരു ഓപ്ഷൻ അല്ലേ ബിസിനസ് തുടങ്ങുമ്പോൾ. പക്ഷേ ഇന്ന് നമുക്ക് വീട്ടിൽ നിന്നിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഷോപ്പിലത്തെക്കാളും എത്രയോ ഇരട്ടി പ്രോഫിറ്റ് വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ഒരുപാട് ഡൗട്ടുണ്ട്. എന്തൊക്കെ ലൈസൻസ് വേണം, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റും, പിന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ പറ്റും, ഏത് തരം കണ്ടൻറ്റിനാണ് കൂടുതൽ വ്യൂസ് കൂടുതൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സ് എവിടുന്ന് ചീപ്പായിട്ട് കിട്ടും, കേരളത്തിൽ എവിടെ കിട്ടും, പുറത്ത് എവിടെ കിട്ടും, അതുപോലെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ആമസോണിൽ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം, അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈനായിട്ട് ലൈവ് ട്രെയിനിങ് ആണ്, പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, ഫുൾ ടൈം വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾക്ക് അഡീഷണലി ഈ ബാച്ചിന് മാത്രം കൊടുക്കുന്നൊരു ഓപ്ഷനാണ് എക്സ്ട്രാ ഒരു പ്രൊമോഷൻ. അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ, അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ 6.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, എൻ്റെ പാർട്ട്ണറുടെ യൂട്യൂബ് ചാനലിൽ 2.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നമ്മുടെ 2 പേരുടെയും ചാനലിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു ഫ്രീ വീഡിയോയും കൂടെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ. ട്രെയിനിങ് ഫീ വരുന്നത് 1999 രൂപയാണ്. അപ്പോൾ ഈ പാക്കേജ് മുഴുവനായിട്ടും നിങ്ങൾക്ക് ഒരു 1999 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾക്കറിയാം ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പൈസ ആകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2000 രൂപയ്ക്ക് ഇത് മൊത്തം ഒരു പാക്കേജായിട്ട് കിട്ടുവാണ്. ഈ ഒരു ബാച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ച് എന്ന് പറയുമ്പോൾ 30-നാണ് നമ്മുടെ ട്രെയിനിങ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്, ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഹോൾസെയിൽ മാത്രം എടുക്കുന്നവർക്ക് ട്രെയിനിങ് എടുക്കണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് മാത്രം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഓഫ് സാരീസ്, കുർത്തീസ്, മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട്. അതുപോലെ ജ്വല്ലറീസൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് കണ്ടിട്ട് ട്രെയിനിങ്ങിൽ സംസാരിക്കാം, ലൈവായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമ്മളുമായിട്ട് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. അതിനുശേഷവും വാട്സപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴിയാണ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് തരുന്നത്. പിന്നെയുള്ളത് ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ ഗൈസ്. ഈ ബാച്ചിന് മാത്രമേ ഉള്ളൂ, അതും ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം.